ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ചവ്വരി വെച്ചിട്ടൊരു അപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് സൈസ് അപ്പങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു അപ്പമാണ്. ഇത് ചട്നി ഊട്ടിയും വെജിറ്റേറിയൻ കറികളുടെ കൂടെയും നോൺ വെജിറ്റേറിയൻ കറികളുടെ കൂടെയും ഏത് നേരവും നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ചവ്വരി അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പച്ചരിക്കും തയ്യാറാക്കാം. 2 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഏത് പച്ചരി ഉണ്ടോ ആ പച്ചരി വെച്ച് നമുക്ക് തയ്യാറാക്കാം. ഇനി 1 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചവ്വരി. നല്ല ഇനം ചവ്വരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല ചവ്വരിയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി 2 വെള്ളത്തിൽ കഴുകി വെള്ളം ഒഴിച്ച് വയ്ക്കാം. 2 വെള്ളത്തിലൊന്ന് കഴുകാം. നല്ലപോലെ 2 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.5 കപ്പ് വെള്ളം, ഈ സെയിം കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഇനി ഒരു 5 മണിക്കൂർ കുതിരാൻ മാറ്റി വയ്ക്കുക. സമയമില്ലെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറോ 4 മണിക്കൂറോ കുതിർത്താലും മതി. ചവ്വരി നല്ലപോലെ കുതിർന്ന് സോഫ്റ്റ് ആവണം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരിയും ചവ്വരിയൊക്കെ കുതിർന്നിട്ടുണ്ട്. നല്ലപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുക അരിയും ചവ്വരി. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്ത അവൽ കനം കുറഞ്ഞ വലിപ്പമുള്ള അവലാണ് എടുത്തിരിക്കുന്നത്, പരന്ന അവൽ. ഇനി നമുക്കത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ്, സെയിം കപ്പിന് 1 കപ്പ് തേങ്ങ, കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ അരിയും ചവ്വരിയും ഈ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബൗൾ കുറച്ച് ചെറുതായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ബൗളിലേക്ക് മാറ്റുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം 50-50 വേണമെങ്കിലും എടുക്കാം കേട്ടോ തയ്യാറാക്കാൻ. 1 കപ്പ് അരിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാം പകുതി വീതം എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാര്യം നമ്മളിതെല്ലാം കൂടെ അരച്ച് ഒന്നിച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലേ പിന്നെ വേറെ വേറെ അരച്ചെടുക്കണം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ അരിയും ചവ്വരിയും കുതിരാൻ വെച്ചത്. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ടോട്ടൽ 3.5 കപ്പ് വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 തവി വീതം നമ്മൾ ഇട്ട് അരയ്ക്കുക. ഈ വെള്ളം കൂടെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരച്ച് കൊണ്ടുവന്നിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് അരയ്ക്കാം. ഇനി ഇത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. ഞാൻ കോരി കാണിക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ അരയ്ക്കണം, എന്നെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ബൗൾസൊക്കെ വരും നല്ലപോലെ അരയുമ്പോൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ അരച്ചു കൊണ്ടുവരാം. എല്ലാം ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഒരു 3 തവി വീതം ഇട്ട് അരയ്ക്കണം. എല്ലാം നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കട്ടെ. നല്ല സ്മൂത്തായിട്ട് അരച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഇളക്കണം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഉണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ച് വെക്കാൻ. നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തായിരുന്നു കേട്ടോ അരയ്ക്കാൻ. അന്നേരം ടോട്ടൽ 4 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നാളെ ഇതിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റി വയ്ക്കാം.
നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. രാവിലെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ രാത്രിയിൽ അരച്ച് വയ്ക്കുക. അതല്ല വൈകിട്ടാണ് നമുക്ക് തയ്യാറാക്കി കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ അരച്ച് വയ്ക്കുക. രാത്രി അരി വെള്ളത്തിൽ എല്ലാം ഇട്ട് വെച്ചിട്ട് രാവിലെ അരച്ച് വെച്ചാൽ വൈകിട്ട് തയ്യാറാക്കി കഴിക്കാം. ഏത് നേരം വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അപ്പമാണിത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് 8 മണിക്കൂർ മാറ്റി വയ്ക്കാം. അരിയും ചവ്വരിയും അവലും തേങ്ങയും കൂടെ അരച്ച് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. മാവൊക്കെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉഴുന്നരച്ച് ചേർക്കുന്ന പോലെ പൊങ്ങത്തില്ല. ഞാനൊന്ന് നീക്കി കാണിക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പത്തിന് സാധാരണ നമ്മൾ കുറച്ച് മധുരം ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഞാൻ ഇത്ര ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡയാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ അപ്പം തയ്യാറാക്കുമ്പോൾ ഒന്നീ സോഡ ചേർക്കും, അതല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്താണ് അരച്ച് വെക്കുന്നത്. ഇതിൽ സോഡയാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ഈനോ വാങ്ങിക്കാൻ കിട്ടും, അത് 1 ടീസ്പൂൺ വാങ്ങിച്ച് ചേർക്കുക. എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് ലൂസാവാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. 1 മിനിറ്റ്. 1 മിനിറ്റ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പഴയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിത് പാനിനകത്താണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിനകത്ത് തട്ടിനകത്ത് ഒഴിച്ച് വെച്ചും കുക്കറിലും തയ്യാറാക്കാം. പിന്നെ ഇഡ്ഡലിത്തട്ടിനകത്ത് തയ്യാറാക്കാം. ഏതെങ്കിലും സ്റ്റീമറിനകത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആവി കയറ്റി വേവിച്ചെടുക്കണം. അത് നമുക്ക് ഏത് പാത്രവും ഉപയോഗിക്കാം. ഇനി ഈ പാനിനകത്തേക്ക് ഞാൻ ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു റൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലിടുന്ന ഇതുപോലത്തെ കൂടുതൽ ഹോൾസുള്ള തട്ട് വേണമെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിട്ട് കൊടുക്കുക. ഈ ഒരു റൗണ്ട് ഒരു ചുറ്റും ഈ നടുക്ക് ഭാഗത്ത് തന്നെ വയ്ക്കണം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഈ ഒരു ചെറിയ പ്ലേറ്റിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ, ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടെ. നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതിനകത്തേക്ക് വയ്ക്കാം. എൻ്റെ അടുത്ത് വലിയ പ്ലേറ്റൊക്കെ ഉണ്ട്, അത് ഇതിനകത്ത് ഇരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ചെറുതിൽ തന്നെ തയ്യാറാക്കുന്നത്. വെള്ളം ഒഴിച്ചത് തിളയ്ക്കുന്നുണ്ട്, ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ പാത്രം നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. അണ്ട പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിക്കാൻ നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. തവി കൊണ്ടാകുമ്പോൾ കൂടുതൽ സമയം എടുക്കുക. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3/4 ഭാഗം, ഇത് പൊങ്ങി വരും ഈ മാവ്, അപ്പം പൊങ്ങി വരുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തത്. ഇനി ഞാനിതിന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അടപ്പ് ഇതിൻ്റെ അടപ്പാണ്, ഈ പാൻ്റെ അടപ്പാണ്, അത് നമുക്കിതിലേക്ക് അടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് അപ്പം. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം. വെന്ത് വേണ്ട, ഇതിലൊട്ടി പിടിക്കത്തൊന്നുമില്ല കൂടുതൽ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിനി നമുക്ക് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചൂടൊക്കെ ആറി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ തണുത്തിട്ടുണ്ട്. വേണ്ട, അരികെല്ലാം വിട്ടിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് കൂട്ടി ഇങ്ങനെ നാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കാം. വേണ്ടേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അടിപൊളി ചൗവരി അപ്പമാണ്.
നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇനി ഞാനൊന്ന് കട്ട് ചെയ്യാം. ഇത് ഒരു പീസ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചവ്വരിയപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കണ്ടാൽ ഞെക്കി കാണിക്കാം. നല്ല പോലെ പതുങ്ങുന്നുണ്ട്. കണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് വേറെ ഉള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 3 അപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന മാവ് കുക്കറിലെ തട്ടിനകത്ത് ഒഴിച്ച് തയ്യാറാക്കിയതാണ് ഈ ഇരിക്കുന്ന ചെറുത്. പിന്നെ നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ ഏത് കറി കൂട്ടി നമുക്ക് കഴിക്കാം. വെജിറ്റേറിയൻ കറികളുടെ കൂടെ, നോൺ വെജിറ്റേറിയൻ കറികളുടെ കൂടെ ഒക്കെ കഴിക്കാം. ചട്നി കൂട്ടിയും കഴിക്കാം. കുട്ടികൾക്കാണെങ്കിൽ പാലിലൊക്കെ മുക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടത്തിന് എല്ലാവരും കഴിക്കും. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.